ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അടുത്ത ദിവസം സെക്കൻഡ് T20 വരാൻ പോവുകയാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ. ആദ്യത്തെ മത്സരത്തിൽ സഞ്ജു സാംസൺ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ടീമിലേക്ക് വരുമ്പം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ള കാര്യം, അതിൻ്റെ ചില ഫാക്ടേഴ്സും ഒക്കെയാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. സാധ്യത എത്രത്തോളം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധ്യതയില്ല, കളിക്കില്ല എന്നുള്ളത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു റീസൺ, അത് നമുക്കൊരു റീസണബിളാണ്. ജിതേഷ് ശർമ്മ എന്ന് പറയുന്നൊരു താരം ലാസ്റ്റ് മാച്ചിൽ അദ്ദേഹത്തിന് ബാറ്റിംഗ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫിനിഷറാണ്. അദ്ദേഹം ഒരു 7ാം നിലയിലേക്കാണ് വന്നത്. 5 ബോൾ അദ്ദേഹം കളിച്ചുള്ളൂ, 10 റൺസ് എടുത്തു. ഒരു ഡീസൻറ്റ് പെർഫോമൻസ്, നോട്ട് ഔട്ടായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു വിക്കറ്റ് കീപ്പിംഗ് പെർഫോമൻസ് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. അതിൽ 4 ക്യാച്ചസാണ് കഴിഞ്ഞ മാച്ചിൽ അദ്ദേഹം എടുത്തത്. അതിൽ 2 എണ്ണം ക്രൂഷ്യലായിട്ടുള്ള മികച്ച ക്യാച്ചസാണ്. അത് മത്സരത്തിൽ ടേണിംഗ് പോയിൻ്റ് ആയി എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലും സംശയമില്ല. ആസ് എ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഒരു ടോപ്പ് കീപ്പർ എന്ന നിലയിലും അല്ലെങ്കിൽ സഞ്ജുവായിട്ട് പോലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു അപ്പർ ഹാൻഡ് ജിതേഷ് ശർമ്മയ്ക്ക് ഉണ്ട് എന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ ജിതേഷ് ഈ പറഞ്ഞതുപോലെ ഒരു ഫിനിഷർ റോളിൽ നമ്പർ 7ഓ നമ്പർ 6ഓ അങ്ങനെയൊക്കെ വന്ന് കളിക്കുന്ന ഒരു പ്ലെയറും, സഞ്ജുവിൻ്റെ പൊസിഷൻ എൻ്റയർലി ഡിഫറൻ്റ് ആണ്. അദ്ദേഹം ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനാണ്. അദ്ദേഹത്തെ റീസെൻ്റ്ലി ടോപ്പ് ഓർഡറിലല്ല കളിപ്പിച്ചെങ്കിൽ കൂടി. അപ്പം ഈ ഒരു മാറ്റം എന്താണെങ്കിലും വരുന്നുണ്ട്. ഇനിയാണ് ഈ ഒരു മറ്റൊരു റീസൺ നമ്മളൊന്ന് സംസാരിക്കേണ്ടത്. അത് സഞ്ജുവിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു നീതികേട് എന്നൊക്കെ നിലയിൽ പറയാൻ പറ്റുന്ന ഒരു റീസണാണ്. അതായത് ശുഭ്മാൻ ഗില്ലിനെ ഈ ഒരു ടീമിലേക്ക് കുത്തിക്കയറ്റിയതാണ്, അത് ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന നിലയിൽ കൂടി. കാരണം നമുക്കറിയാം അദ്ദേഹം ഒരു ടോപ്പ് പ്ലെയറാണ്. ആസ് എ ODI പ്ലെയർ അല്ലെങ്കിൽ ആസ് എ ടെസ്റ്റ് പ്ലെയർ ക്യാപ്റ്റനൊക്കെയാണ്, ടോപ്പ് പ്ലെയർ ആണെന്നുള്ള സംശയമൊന്നുമില്ല. അങ്ങനത്തെ ഒരു പ്ലെയർ ഒരു 3 ഫോമാറ്റ് പ്ലെയർ എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നതിലാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം സഞ്ജുവിനെ കളിപ്പിച്ചില്ലെങ്കിൽ കൂടി അവിടെ കളിപ്പിക്കാം. ഇപ്പോൾ ജയ്സ്വാളിനെ പോലത്തെ താരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തേക്കൊരു സാഹചര്യത്തിൽ ഗില്ലിനെ ഇങ്ങനെ ഒരു കുത്തി കയറ്റുന്നത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും അത്ര തോതിൽ ഇമ്പ്രസീവ് അല്ല. നമ്മൾ റീസെൻ്റ്ലി മാച്ചസൊക്കെ കണ്ടുള്ളവരറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയൊക്കെ എൻ്റയർലി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ശൈലിയുമൊക്കെയാണ്. T20 ഇപ്പോഴത്തെ ഒരു ഇന്ത്യക്ക് പറ്റാത്ത തരത്തിലുള്ള ഒരു പ്ലെയർ എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടേണ്ടത്. ഇനി അടുത്തൊരു കാര്യം, ഇപ്പോൾ സൂര്യകുമാർ യാദവിൻ്റെ കാര്യം, സ്കൈയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 19 മാച്ചസിലെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. അതിൽ 2 നല്ല ഇന്നിങ്സുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആവറേജ് പോലും ഏതാണ്ട് 20 താഴേക്കാണ് എന്ന് പറയുന്നൊരു കാര്യമാണുള്ളത്. അങ്ങനത്തെ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിൽ അദ്ദേഹത്തിന് അത്ര മികച്ച പെർഫോമൻസ് എന്നതിനപ്പുറത്തേക്ക് ഒരു ഹാഫ് സെഞ്ചുറി പോലും നേടാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുന്ന കാര്യമൊക്കെയാണുള്ളത്. അദ്ദേഹം കളിക്കുന്നത് നമ്പർ 3 പൊസിഷനിലാണ്. സഞ്ജുവിനെ പറ്റിയിട്ട് സൂര്യകുമാർ പറഞ്ഞ സഞ്ജുവിന് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ തട്ടിച്ചു നോക്കുമ്പം സഞ്ജുവിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും എന്നുള്ളതാണ് പറയേണ്ടത്. അതാണ് ഇങ്ങനത്തെ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻസിനെ ഒന്നും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പം അവർക്ക് കളിക്കേണ്ടി വരും, അത് സ്വാഭാവികമായിട്ടാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സഞ്ജു ബലിയാടായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിന് ഒരു 1 ഡൗൺ ആയിട്ട് പോലും കളിപ്പിക്കാൻ പറ്റുന്നില്ല അവിടെ പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ തിലക് വർമ്മയ്ക്കാണെങ്കിൽ പോലും ആ പ്രശ്നമുണ്ട്. അദ്ദേഹം ഒരു 1 ഡൗൺ ആയിട്ട് ഇറങ്ങി കളിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹം കളിക്കേണ്ടി വരുന്നത് ഇപ്പം നമ്പർ 4ലും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളൊക്കെയാണ്. ഇതിലിപ്പം ഇപ്പോൾ ഗില്ലിനെ എസ്പെഷ്യലി ഈ ടീമിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതിൽ അതിൽ ഇപ്പം സെലക്ഷൻ കമ്മിറ്റി അതുപോലെ തന്നെ കോച്ച് ഇവർക്കൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്ന ഈ ഒരു T20 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇതാണ്. ഇനി ബിഗ് മാച്ചസിലേക്ക് വരുമ്പോഴത്തേക്കും അതെങ്ങനെ ഒരു പണി തരും എന്നൊക്കെയുള്ളതാണ് നോക്കേണ്ടത്. സോ ഇനി സഞ്ജുവിനൊരു തിരിച്ചുവരവുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് തോന്നുന്നൊരു കാര്യം, IPL അദ്ദേഹം ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയറായിട്ട് ഒരു പെർഫോമൻസൊക്കെ നടത്തിയിട്ട് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന നിലയിലൊക്കെ വന്നു കഴിഞ്ഞാലായിരിക്കും സഞ്ജുവിന് വീണ്ടും ഒരു സ്ഥിരസാന്നിധ്യം അല്ലെങ്കിൽ ഒരു പരിക്കിൻ്റെ ഫാക്ടേഴ്സൊക്കെ മറ്റ് പ്ലെയേഴ്സിന് വരികയും അല്ലെങ്കിൽ ഒരു തഴയപ്പെടുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോകും എന്നുള്ളതാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ.